ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിക്ക് മോഡേൺ ഡ്രസ്സ് എടുക്കുകയാണെന്ന് പറഞ്ഞ് സൂര്യ കൊണ്ടുപോകുമ്പോൾ ഹരിത പറയണേ, ഹോ ഇവൾക്കൊരിക്കലും അതൊന്നും ചേരില്ല എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഈ വാക്കുകൾ അങ്ങ് കേട്ട് നിൽക്കാൻ സൂര്യയ്ക്ക് കഴിയില്ല. അതെന്താ ഇവൾക്ക് ചേരാത്തത്? ഒരിക്കലും ഇവളെ ഇനി എത്ര കോലം കെട്ടിക്കാൻ നോക്കിയാലും ഇവൾ ആ കോലത്തിലോട്ട് എത്തില്ല. അത് നിൻ്റെ തോന്നലാണ്. നീ സാധാരണ ബൾബൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുപോലെയല്ല ഇനി എൻ്റെ നന്ദിനി നിൽക്കുന്നത്. ഇനി എൻ്റെ നന്ദിനി ഇപ്പോഴത്തെ ട്യൂബ് ലൈറ്റൊക്കെ ഇല്ലേ, അതുപോലെ കത്തി നിൽക്കുന്ന ആ ഒരു ലെവലിലോട്ട് ഞാൻ കൊണ്ടുവരും, അതൊക്കെ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കവറുകളെല്ലാം വലിച്ചെറിഞ്ഞ് സൂര്യ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഹരിതയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം നന്ദിനിയെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ സൂര്യയോട് ചോദിക്കുകയാണ് നന്ദിനി, എന്താ സൂര്യ സാറ്, അത് ഇനി മിണ്ടരുത്, ഇനിയുള്ള ഡ്രസ്സുകൾ ഞാൻ കാണിച്ചു തരാം, നിന്നെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കണം, എവിടെയും എപ്പോഴും പരിഹസിച്ചും കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മുന്നിൽ നീ ഒരു പുതിയൊരു പെൺകുട്ടിയായി മാറണം, അതിനുള്ള ഓരോ മോഡൽ ഡ്രസ്സുകൾ എടുത്തിട്ട് ചേച്ചിമാരെ എന്നും പറഞ്ഞ് സൂര്യ അവരോട് ആ ഡ്രസ്സുകളെല്ലാം വലിച്ചിടാൻ പറയുന്നു കേട്ടോ. ഓരോ ഡ്രസ്സുകളായി കാണിച്ചു കൊടുക്കും. കൈയില്ലാത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞ് നന്ദിനിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നു. പക്ഷേ അത് ഇട്ട് നോക്കാൻ ശ്രമിക്കുമ്പോൾ നന്ദിനി പറയാം, ഇതിൻ്റെ കൈ എവിടെ പോയി, അത് സ്ലീവ്ലെസ് ഡ്രസ്സാണ്. അത് കേൾക്കുമ്പോൾ അതെന്തോന്ന് സാധനം, ഓ അതാണ് കൈയില്ലാത്ത ഡ്രസ്സ്. അത് കേട്ടിട്ടാണ് ഹരിത വരുന്നത്. ഹരിത പറയണ, ഇതാണ് പറയുന്നത്, ഈ ബുദ്ധിയും വിവരവും ഇല്ലാത്തവരെ പിടിച്ച് കോലം കെട്ടിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇവള് ആ തോട്ടത്തിൽ കിടക്കുന്നവളല്ലേ, തോട്ടക്കാരി തന്നെയാണ്, അടിമപ്പണി ചെയ്യുന്ന അടിമപ്പണി തന്നെയാണ്, അതൊക്കെ പറഞ്ഞു നോക്ക്. അടുക്കളയിലെ 2 പാത്രങ്ങൾ കഴുകാൻ പറഞ്ഞ ഇവൾ തട്ടിക്കൂട്ടി വെട്ടെന്നങ്ങ് കഴുകും. എന്നാൽ ഇങ്ങനെയുള്ള കോലങ്ങളൊന്നും സൂര്യ ഇവളെ കെട്ടിച്ചിട്ട് കാര്യമില്ല. അത് നീയാണോടി പറയുന്നത്? എൻ്റെ ഭാര്യയെ എങ്ങനെ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, എൻ്റെ ഭാര്യ നിന്നേക്കാ അന്തസ്സിലും അഭിമാനത്തോടും തല ഉയർത്തിയും അത് നടക്കുന്നത്, ഒരുപക്ഷെ നിന്നേക്കാൾ മുകളിലോട്ട് എന്ന് പറയാം, അത്രയും ഉയരങ്ങളിലോട്ട് എത്തുന്നത് നിനക്ക് കാണണോടി. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഈ വാക്കുകൾക്ക് വലിയൊരു വില ഇങ്ങനെ ഹരിത കൊടുക്കില്ല കേട്ടോ. ഇവളെ എന്നും കിടത്തിയോട് തന്നെ കിടത്താൻ പറ്റുള്ളൂ. ഇവൾ പോകുന്നുണ്ടെങ്കിൽ അത് അടുക്കളയിലോട്ട് തന്നെ ആയിരിക്കും. ഇവളുടെ പണി എന്ന് പറയുന്നത് അടിമപ്പണിയാണ്. അടിമപ്പണി ചെയ്യാൻ പറഞ്ഞ സൂര്യ അത് പെട്ടെന്ന് ചെയ്യും. എന്നാൽ ഞങ്ങളെയൊക്കെ പോലെ അന്തസ്സുള്ള ആ ഒരു പെണ്ണായി ജീവിക്കാൻ ഇവൾക്ക് കഴിയില്ല. അത് നീ എത്ര മാറ്റിയിട്ടും കാര്യമില്ല. അതെന്നൊക്കെ പറയുന്നത് ജന്മനാ കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മക്കും ഉണ്ടായത്, ഞാൻ അങ്ങനെ ഒരു ഇതിലാണ് ജനിച്ചത്. എന്നാൽ ഇവളങ്ങനെ ഇവള് ആ സുദേവൻ്റെ മകള് ആ കാലിത്തൊഴുത്തിൽ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ, എടി പരിഹാസം മതി, എന്തും ആവാം, പക്ഷെ കുറച്ച് മതി, ഇനി നിർത്തിയേക്ക് എന്ന് പറഞ്ഞിട്ട് നന്ദിനി വാ എന്ന് പറഞ്ഞ് അവളിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ അവിടെ എത്തുകയാണ്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്തായി മോനെ, നീ ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞ് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഹരിത പറയാണ്, അതിനെ അവളെ കോലം കെട്ടിച്ച കെട്ടില്ലെന്ന് സൂര്യക്ക് മനസ്സിലായത് കൊണ്ടാണ്. അത് കേട്ട ഉടൻ തന്നെ, ഡാഡി എൻ്റെ നന്ദിനിയെ മോഡേൺ ഒക്കെ ആക്കുമ്പോൾ അതിൽ കോലം കെട്ടുന്ന സമയത്ത് കണ്ടു നിൽക്കാൻ അർഹതയുള്ളവരല്ലേ കണ്ടു നിൽക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഇല്ലാത്തവരൊക്കെ അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അതിന് പറ്റത്തില്ലല്ലോ. എടാ നീ എന്താടാ പറഞ്ഞതെന്ന് പറഞ്ഞ് സൂര്യയെ എടാപൊടാ എന്നൊക്കെ ഹരിത വിളിക്കുമ്പോൾ, നീ എന്താടി എന്നെ വിളിച്ചത്, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ ആരാണെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഹരിതയെ അടിക്കാൻ അങ്ങ് കയ്യൊങ്ങുന്ന സമയത്ത് ഉടൻ തന്നെ ഹരിതയാണെങ്കിലോ ഇങ്ങനെ പേടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ തൊട്ടടുത്ത് രഞ്ജിത്ത് നിൽക്കുന്നുണ്ടാവും. അതായത് സൂര്യയുടെ തൊട്ടടുത്ത് രഞ്ജിത്ത്, അതുപോലെ സൂര്യയുടെ തൊട്ട് അടുത്ത് നന്ദിനി ആയിരിക്കും, നന്ദിനിയുടെ തൊട്ടടുത്ത് രഞ്ജിത്തിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഇന്ദ്രജയായിരിക്കും, അതിൻ്റെ ബാക്കിൽ വന്ദന, അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ സമയം സൂര്യ ഹരിതയെ അടിക്കാൻ അങ്ങ് ഓങ്ങിയ സമയം സൂര്യക്കൊരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ സൂര്യ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഈ സമയം സൂര്യ അങ്ങ് പോകുന്നതിനോട് കൂടി ഉടൻ തന്നെ ഇവിടെ ഫോൺ കോൾ വന്ന് പോയതിനെ തുടർന്ന് പിന്നീട് ആ സംസാരം അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും പത്മ പറയണേ, ഇനി ഡ്രസ്സ് എടുക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ നോക്കുകയാണ്. വല്ലാത്തൊരു ശല്യം, കെട്ടിക്കുത്തി കൊണ്ടുവരുമ്പോൾ തന്നെ ചിന്തിച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും തിരിഞ്ഞ് നിൽക്കുകയാണ്. നന്ദിനി ഇങ്ങനെ രഞ്ജിത്തിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഈ പറയുന്ന ഇന്ദ്രജയും ഒരു സൈഡിൽ നന്ദിനിയും കേട്ടോ. രണ്ടുപേരും അപ്പുറമായിട്ടാണ് നിൽക്കുന്നത്. ആ സമയമാണ് ഇങ്ങനെ പെട്ടെന്ന് കറണ്ട് അങ്ങ് പോകുന്നതും ഒരാൾ ഇവരുടെ അടുത്തൂടെ കടന്നു പോകുന്ന ഒരു രംഗവും കാണിക്കുന്നുണ്ട് കേട്ടോ. അതോടുകൂടി കറണ്ട് അങ്ങ് പോകുന്നതിനോടുകൂടി നന്ദിനി അലറി വിളിച്ച് കരയാണ്. ആ അലറി വിളിച്ച് കരച്ചിൽ നന്ദിനി പിന്നീട് രഞ്ജിത്തിൻ്റെ കഴുത്തിന് പിടിച്ചിരിക്കുന്ന ആ ഒരു രംഗമാണ്. എന്താടാ നീ കാണിച്ചത്, എവിടെയാടാ നീ എൻ്റെ തൊട്ടത്, നീ ആരുടെ എൻ്റെ ദേഹത്ത് തൊടാൻ എന്നൊക്കെ പറഞ്ഞ് കഴുത്തിന് പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ അപ്പം തന്നെ കറണ്ട് വരികയാണ്. കറണ്ട് വന്നതിനോടുകൂടി എല്ലാവരും കാണുന്ന കാഴ്ച രഞ്ജിത്തിൻ്റെ കഴുത്തിന്
നന്ദിനി പിടിച്ച് നിൽക്കുന്നതാണ്. ഇത് കാണുന്ന എല്ലാവരും ആകെ അന്തം വിട്ട് പോവാണ്. എന്നാൽ നന്ദിനിയുടെ കൈ പെട്ടെന്നങ്ങ് വിട്ടുകളയാണ്. അയ്യോ, ഞാൻ പിടിച്ചിരിക്കുന്ന രഞ്ജിത്തിനെയാണല്ലോ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയാതെ നന്ദിനി തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും പത്മക്ക് അങ്ങ് കലിയടങ്ങുന്നില്ല. പത്മ അങ്ങ് ദേഷ്യത്തോടു കൂടി, നീ എന്താടി കാണിച്ചത്? അപ്പോഴേക്കും യതീന്ദ്രൻ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ സമയം അത് എൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ ഒരുങ്ങുമ്പോൾ പത്മ കരണം നോക്കി ഒന്നങ്ങ് നന്ദിനിയുടെ കൊടുക്കണ്. എടി, നീ എന്താടി കാണിച്ചത്? എൻ്റെ മരുമകനാവാൻ പോകുന്ന രഞ്ജിത്തിനെ നീ ഈ ആളുകൾക്ക് മുന്നിൽ കഴുത്തിന് പിടിക്കുക, അതിന് മാത്രം ധൈര്യമായടി തോട്ടക്കാരിക്ക്, വേലക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞങ്ങ് തുടരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സൂര്യ ഓടി എത്തുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ പറയണേ, എന്താ എന്താ എന്തിനാ നിങ്ങൾ എൻ്റെ ഭാര്യയെ കൈ കൊണ്ടടിച്ചത്? എന്തിനാ നിങ്ങൾ അടിച്ചത്? കാര്യം എന്താ വെച്ചാൽ പറയും, എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് അടിക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയാണ്, സൂര്യ സാർ, ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി, പിന്നീട് എൻ്റെ അടുത്ത് ആരോ വന്ന് എന്നെ തൊട്ടു എന്ന് പറയണം കേട്ടോ. ആ സമയം സൂര്യ എന്താ പറയുന്നത്? അതെ, അരുതാത്ത ആ ഒരു സ്ഥലത്ത് അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ. തൊടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ എൻ്റെ തൊട്ടു, എന്നെ കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ എന്താ മോളെ പറയുന്നത്? ആ പിടിച്ച ആളെയാണ് ഞാൻ കൈവച്ചത്, പക്ഷെ അതൊരിക്കലും രഞ്ജിത്ത് സാർ ആവില്ല ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാൻ കേട്ടോ. അതേസമയം രഞ്ജിത്ത് ആകെ പേടിച്ച് വിറക്കുകയാണ്. ഈ സമയം ഇന്ദ്രജയെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇന്ദ്രജ വല്ലാതെ കിടുങ്ങനെ വിറക്കുന്നുണ്ട്. പേടിയോടുകൂടി ഇന്ദ്രജ ഇങ്ങനെ വിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്ദ്രജ എന്തോ ഒപ്പിച്ചതുപോലെ, എന്തിനെയോ ഒന്ന് ഭയക്കുന്നത് പോലെ പേടിയോടുകൂടി കാണിക്കണേ. ഈ സമയം സൂര്യ പറയണേ, ആഹാ, ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോഴേക്കും പത്മ പറയണം, അവൾ തുടങ്ങി, കഥ ചമയൽ തുടങ്ങി. എൻ്റെ മരുമകനെ മനഃപൂർവ്വം നീ നാണം കെടുത്തിരിക്കല്ലടി, എല്ലാവർക്കും മുന്നേ നിന്നെ അങ്ങനെ വെറുതെ വിടില്ല. അത് കേൾക്കുന്ന സൂര്യ പറയാം, അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നിങ്ങളുടെ മരുമകൻ ഇവനെ കണ്ടത് മുതൽ എനിക്ക് കള്ളനായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ CCTV ഉണ്ടാവുമല്ലോ. മാനേജർ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാനേജർ ഓടി എത്തുകയാണ്. എന്താ സാർ? അതെ, ഇവിടെ CCTV ഉണ്ടല്ലോ. ഓ ഉണ്ട്, എന്നാൽ ഇതൊന്ന് ചെക്ക് ചെയ്യണം, ഇവിടെ ഇപ്പോൾ അരുതാത്ത സംഭവം നടന്നിട്ടുണ്ട്. അതിനെന്താ എന്ന് പറഞ്ഞിട്ട് അവർ CCTV ഫുട്ടേജ് കാണാൻ വേണ്ടി റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ CCTVയുടെ ആ ഇത്ര നിലയിലാണ്, അണ്ടർഗ്രൗണ്ടിലുള്ള ആ ഒരു ഭാഗത്താണ് എന്നൊക്കെ മാനേജർ പറയുന്നുണ്ട്. അങ്ങനെ ആ CCTV ഫുട്ടേജ് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഓരോ ക്യാമറകളായി ഇങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയ്ക്ക് ഒരു ക്യാമറയിൽ കാണാം ഒരു നീല കളർ കേട്ടോ. അത് കാണുന്നതിനോട് കൂടി സൂര്യ ചോദിക്കുക, ഇതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ആ നോക്കുന്ന ആൾ പറയാം, ഇതെന്താ ക്യാമറയുടെ മുകളിൽ ആരോ തുണി ഇട്ടിരിക്കുന്നു. എന്ത് തുണി ഇട്ടിരിക്കുന്നു എന്നാ? അത് കേൾക്കുന്ന സൂര്യ ആ സ്ഥലത്തോട്ട് ഓടിയെത്തുകയാണ്, ഈ സംഭവം നടന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഉടൻ തന്നെ അവിടെ വന്ന് നോക്കുമ്പോൾ കാണാം ക്യാമറയുടെ മുകളിൽ ഒരു തുണി വിരിച്ചിരിക്കുന്നത് കേട്ടോ. അതോടുകൂടി അവിടെ ബ്ലൂ കളറിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രംഗാണ് ആ CCTVയിൽ കാണുന്നത്. ഇതേ സമയം ഇത് മനഃപൂർവ്വം ആരോ എന്തോ ഒരു ഫ്രോഡ് ചെയ്തതാണ്. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, നന്ദിനി പറഞ്ഞതിൽ എന്തോ ശരിയുണ്ടല്ലോ, മനഃപൂർവ്വം ആരോ ഇത് ചെയ്തതാണ്, അപ്പോൾ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് യതീന്ദ്രൻ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ, എന്നാലും CCTV ഇത്രയും ആളുകളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഒരു തുണി വിരിക്കാൻ കഴിഞ്ഞ ആൾ അപാര കഴിവുള്ളവൻ തന്നെ കേട്ടോ, അവനെ പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സൂര്യക്ക് ദേഷ്യം വരികയാണ്. സൂര്യക്ക് ഇതിൻ്റെ സത്യാവസ്ഥയെങ്കിലും തൻ്റെ അമ്മയുടെ മുന്നിൽ തെളിയിക്കണമല്ലോ. അങ്ങനെ സൂര്യ നാലുപുറം നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാമറ. അത് കാണുന്നതിനോട് കൂടി സൂര്യ പറയണത്, അല്ല, നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാമറ കാണാനുണ്ടല്ലോ, അതിൽ മാനേജർ ഈ ഒരു സംഭവം കാണില്ലേ? ഓ, കാണുമെന്ന് പറയണേ. അപ്പോഴേക്കും വീണ്ടും ഇവർ CCTV റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് 12 നമ്പർ ക്യാമറയില്ലേ, അതിലുണ്ട് എന്ന് പറയണേ. അങ്ങനെ ആ ഒരു ഫുട്ടേജ് നോക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മുകളിലും കാണാം ഒരു തുണി വിരിച്ചിരിക്കുന്നത് കേട്ടോ. എന്നാൽ അവിടെ ആ സമയം നോക്കുമ്പോൾ ആ തുണി അവിടെ കാണുന്നില്ല. അപ്പോൾ ഇവരാകെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ ഇവരാകെ പകച്ചു പോവുകയാണ്. അപ്പോൾ സൂര്യ പറയാണ്, ഡാഡി, ഞാൻ പറഞ്ഞില്ലേ, ഇത് ചില്ലറക്കാരനല്ല, ഇത് നല്ല ഫ്രോഡ് പണി അറിയുന്ന ആളാണ്, എന്തായാലും ഇവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇത് കൈയോടെ പിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ രഞ്ജിത്ത് ഇങ്ങനെ ഇതെല്ലാം കണ്ട് ആകെ അന്ത് വിട്ട് നോക്കി നിൽക്കുന്ന ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം സൂര്യ, ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇനിയും നോക്കൂ, ഓരോ CCTV നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്യാമറകൾ നിരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ രഞ്ജിത്ത് പറയുന്നത്, സൂര്യ, ഇനി ഇത് വിട്ടേക്ക്, ഇതിൻ്റെ മുകളിൽ ഒരു വിഷയമാക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ യതീന്ദ്രൻ പറയുന്നത് ശരിയാണ്, ഇത് വിഷയമാക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിലോ രഞ്ജിത്തിൻ്റെ മുന്നിലോട്ട് വരികയാണ്. എന്നിട്ട് രഞ്ജിത്തിനോട് പറയാണ്, രഞ്ജിത്ത്, നീ എന്നോട് ക്ഷമിക്കണം, അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളോട് അങ്ങനെ കാണിച്ചതിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ സത്യത്തിൽ എൻ്റെ ദേഹത്തൊരാൾ തൊട്ടു,
അത് സത്യമാണ്. പക്ഷേ ഞാൻ തിരിഞ്ഞ് ആ ആളെ പിടിച്ചത് രഞ്ജിത്തിനെയാണെന്ന് എനിക്കറിയില്ല. അയാൾ എത്ര പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അതുകൊണ്ട് ഇനി എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. എങ്കിലും കൂടിയിട്ട് ക്ഷമ ചോദിക്കാനേ എനിക്ക് കഴിയുള്ളൂ അത്രയും പേരുടെ. അപ്പോൾ ഉടൻ തന്നെ രഞ്ജിത്ത് പറയണേ, എന്താ നന്ദിനി, അതെനിക്ക് ക്ഷമ ചോദിക്കണം. ഏതൊരാളും പ്രവർത്തിക്കുന്നതല്ലേ, ഏതൊരാളും പ്രതികരിക്കുന്നതല്ലേ നീയും പ്രതികരിച്ചത്. നിൻ്റെ ദേഹത്ത് തൊട്ടു. അപ്പോൾ അത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ ആളെ ചങ്കുറ്റത്തോടു കൂടി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഞാനായിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് കുഴപ്പമില്ല നന്ദിനി എന്ന് പറയുമ്പോൾ ഹരിത, നീ എന്താടി കാണിക്കുന്നത്? നീ അങ്ങനെ അങ്ങ് അഭിനയിക്കണ്ടടി. എൻ്റെ ഏട്ടനെ എല്ലാവർക്കും മുന്നിൽ അപമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഷോപ്പിലെ ആളുകൾ മുഴുവൻ എൻ്റെ ഏട്ടനെയല്ലേ പൊച്ചു നോക്കുന്നത്. എൻ്റെ ഏട്ടനാണല്ലോ നിന്നെ പിടിച്ച് എന്ന് പറയുന്നുണ്ട് എന്നൊക്കെയാണ് പറയാം. ഈ സമയം ഇങ്ങനെ ഇന്ദ്രജയെ കാണിക്കുന്നുണ്ട്. ഇന്ദ്രജ തൻ്റെ സാരിയൊക്കെ തൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ പേടിയോട് കൂടി ഇങ്ങനെ എല്ലാ ശരീരഭാഗങ്ങളും ഇങ്ങനെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിലാണ് ഇത് ശരിക്കും നന്ദിനിയാണോ ഇന്ദ്രജയാണോ ഇതിൽ ഇരയായിരിക്കുന്നത് എന്നുള്ളത് പറയാവേ. അപ്പോൾ സത്യത്തിൽ നന്ദിനി ഇവിടെ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ നന്ദിനിക്കല്ല കയറിപ്പിടുത്തം ഉണ്ടായിട്ടുണ്ടാവും, അതും പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ.